നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണിത്. സ്വരാജ് മസ്ദയുടെ എക്സ്ട്രാ ഗിയറുള്ളൊരു വാഹനത്തിൻ്റെ ഒരു ക്യാബിനൊന്ന് കാണിക്കാവോ, അതിൻ്റെ ഗിയർ സംവിധാനങ്ങളൊക്കെ ഒന്ന് കാണിക്കാവോ എന്ന് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് നമ്മുടെ വാട്സപ്പിലൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. എക്സ്ട്രാ ഗിയറുള്ളൊരു സ്വരാജ് മസ്ദ ടിപ്പറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാബിനും ഇതിൻ്റെ ഉൾവശങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതൊരു 2011 മോഡൽ ഒരു മസ്ദ ടിപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാബിൻ്റെ ഉൾവശം എന്ന് പറയുമ്പോൾ സാധാരണ ഉള്ള വാഹനത്തിൻ്റെ പോലെ തന്നെ ആണ് ഉൾവശമൊക്കെ വന്നിരിക്കുന്നത്. ഇത് ഡ്രൈവിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഡ്രൈവിങ് നല്ല എക്സ്പേർട്ടായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ഈ വീഡിയോ കാണണമെന്നില്ല, അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഓക്കെ, തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഓക്കെ, ഉള്ളിലേക്കൊന്ന് നോക്കാം. സാധാരണ വാഹനങ്ങൾക്ക് പോലെ തന്നെയുള്ള ഒരു മീറ്റർ കൺസോളാണ്. ഒരു ഇടതുവശത്തൊരു സ്പീഡ് ഓൺ മീറ്റർ, പിന്നെ മുകളിലായിട്ട് എയറിൻ്റെ 2 ബാർ സൂചിപ്പിക്കുന്ന 2 ടാങ്കിൻ്റെ 2 മീറ്ററുകൾ, പിന്നെ ഇടതുവശത്ത് താഴെ ഫ്യൂൽ മീറ്റർ, വലതുവശത്ത് കാണുന്ന ടെമ്പറേച്ചർ മീറ്റർ, പിന്നെ ഈ കാണുന്ന സ്വിച്ച് ഇതിൻ്റെ എൻജിൻ ബ്രേക്കാണ്. ഇതുപോലെ തന്നെ വലതുവശത്തൊരു പുഷ് ആൻഡ് പുൾ ഒരു പുഷ് സ്വിച്ച് ഉണ്ട്, അതും എൻജിൻ ബ്രേക്ക് തന്നെയാണ്. ഈ 2 സ്വിച്ച് എൻജിൻ ബ്രേക്ക് ഒരേ ഫംഗ്ഷൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും സ്വിച്ച് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സ്വിച്ച് പോയാലും ഒന്നേൽ വർക്ക് ചെയ്യണം. അതിനായിട്ടാണ് ഈ 2 സ്വിച്ച് കമ്പനി നേരത്തെ മുതൽ ഇറങ്ങിയ വാഹനങ്ങൾക്കെല്ലാം ഈ 2 സ്വിച്ചാണ് കൊടുത്തു വിട്ടിരുന്നത്. പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഈ സ്വിച്ചിൻ്റെ ഓപ്ഷൻ എന്താണെന്നുള്ളത്. അപ്പം സംശയം വേണ്ട, 2ഉം എൻജിൻ സ്വിച്ച് എക്സ്കോസ്റ്റ് സ്വിച്ച് അതിൻ്റെ സ്വിച്ച് തന്നെയാണ്. പിന്നെ ഈ സ്റ്റീറിങ്ങിൻ്റെ ആ പോർഷനിൽ തന്നെയാണ് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്, 4 സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്. പിന്നെ സ്പീഡ് ഓവർ മീറ്ററിൻ്റെ അകത്ത് തന്നെ ഒരു ട്രിപ്പ് മീറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വലതുവശത്ത് താഴെയായിട്ട് നമ്മുടെ ലൈലാൻഡിൻ്റെയും ടാറ്റാടൊക്കെ പോലെ തന്നെ ഹാൻഡ് ബ്രേക്ക്, പാർക്കിംഗ് ബ്രേക്ക്. ഇതൊരു എയർ ബ്രേക്ക് വണ്ടി ആയതുകൊണ്ട് പാർക്കിംഗ് ബ്രേക്ക് ആ രീതിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ സ്റ്റീരിയോ വെക്കാനുള്ളൊരു ഓപ്ഷൻ, ചെറിയൊരു ബോക്സ്, പിന്നെ ഡാഷ്ബോർഡ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇതുണ്ടോ ഒരു എക്സ്ട്രാ ഗിയർ, സാധാരണ വണ്ടികളിൽ നിന്നും കാണാത്ത രീതിയിലുള്ളൊരു എക്സ്ട്രാ ഗിയർ. ഇതൊരു ഫോർവേഡ് റിവേഴ്സിൻ്റെ സാധാ ഗിയർ. ഫസ്റ്റ് 1 മുതൽ 5 വരെയുള്ള ഫോർവേഡ് ഒരു റിവേഴ്സും അടങ്ങുന്നുള്ള ഒരു യൂണിറ്റും, അതുപോലെ തന്നെ ഇപ്പുറത്തായിട്ടുണ്ട് സെപ്പറേറ്റ് ഒരു ഗിയർ ലിവറോട് കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്നാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗിയർ ഇടുന്നത് ഇതുപോലെ ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മുടെ മെയിൻ ഗിയർ ന്യൂട്രാക്കിയിട്ടാണ്. റണ്ണിങ്ങിലാണിത് ഈ ഗിയർ വീഴാൻ എളുപ്പമുള്ളത്. നമ്മൾ മെയിൻ ഗിയർ ഫസ്റ്റിൽ ഇട്ട് വെച്ച എക്സ്ട്രാ ഗിയർ ഇതുണ്ട്. ഇതിനിങ്ങനെ 2 പവർ എക്കോണമി എന്ന 2 മോഡുണ്ട്. അതിനിടയ്ക്ക് ഒരു ന്യൂട്രലുണ്ട്. അങ്ങനെ ഒരു പോർഷൻ മാത്രമേ ഈ ഗിയറുള്ളൂ. അതായത് മുന്നോട്ടും പുറകോട്ടും മാത്രമുള്ളൊരു മോഷൻ മാത്രമേ ഈ ഗിയർ ലിവറിന് ഉള്ളൂ. അത് പവർ മോഡും, പിന്നെ നടുക്ക് ന്യൂട്രൽ, പിന്നെ എക്കോണമി സാധാരണ. നമ്മുടെ ഈ ഫോർവേഡ് ഗിയർ ഏത് ഗിയറിലിട്ടാലും നമുക്ക് എക്സ്ട്രാ ഗിയറിൽ ഓടിക്കാം. റിവേഴ്സിലും ഏത് 1 മുതൽ 5 വരെയുള്ള ഫോർവേഡ് ഗിയറിലും അതുപോലെ റിവേഴ്സ് ഗിയറിലും നമുക്ക് എക്സ്ട്രാ ഗിയറിട്ട് ഈ വാഹനം ഓടിക്കാം. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ GPS ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സ്ട്രാ ഗിയർ നല്ലൊരു ഓഫ് റോഡ് വഴി നമുക്ക് അതിൻ്റെ പ്രത്യേക ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. പിന്നെ ഇതാണ് ടിപ്പിംഗ് മെക്കാനിസത്തിൻ്റെ ഗിയർ ലിവറുകൾ. ഇത് തികച്ചും മാനുവലായിട്ടുള്ളൊരു മെക്കാനിസമാണ്. മാനുവൽ മെക്കാനിസമാണ്. ഇതിങ്ങനെ ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ ഈ ഗിയർ ഫസ്റ്റ് കാണുന്ന ഈ ലിവർ മുകളിലിട്ടിടുന്നു. പിന്നെ ഈ ഗിയറാണ് പെട്ടി പൊക്കാനും താക്കാനുമുള്ള ലിവർ. ക്ലച്ച് ചവിട്ടിയിട്ടാണ് ആദ്യത്തെ ഗിയർ ഇടുന്നത്. 2 കുട്ടി ഗിയറുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പുതിയ വരുന്ന വാഹനങ്ങളിലൊക്കെ അത് ഇലക്ട്രോണിക്സിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്തുള്ള. പിന്നെ ഇടതുവശത്ത് കാണുന്ന വൈപ്പറും വലതുവശത്ത് ലെഫ്റ്റ് റൈറ്റ് ടേൺ ഇൻഡിക്കേറ്റർ ഹെഡ് ലൈറ്റും ഒക്കെ വലത്തെ ലിവറിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു വിശദമായൊരു വീഡിയോ അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. എക്സ്ട്രാ ഗിയർ ഒരു ഓഫ് റോഡിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഗിയറിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ.